ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, 4-in-1 റെസിപ്പിയാണ്. ഒറ്റ ഡോയിൽ നിന്ന് നമുക്ക് 4 ഐറ്റംസ് എങ്ങനെയാണ് കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിൽ 2 സ്നാക്സും അതുപോലെ തന്നെ 2 ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ ഐറ്റംസും ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ട് ഡോനട്ടും കിഡ്സ് സ്പെഷ്യലായിട്ടുള്ള സിന്നമൺ റോളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഡോ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. 2 കപ്പ് അളവിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാലിൽ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 കപ്പിന് അളവിന് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഡോന് വേണ്ടിയിട്ടുള്ള ഡ്രൈഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അതായത് ഈസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കിതിന് വേണ്ട ലിക്വിഡ് ഫോംസ് നോക്കാം. ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒരു ചെറിയ മുട്ടയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് യോജിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. നമ്മളുടെ മൈദയൊക്കെ ആയിട്ട് ഒന്ന് കമ്പൈൻ ആവാനായിട്ട് എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാലിൻ്റെയും മുട്ടയുടെയും മിക്സും പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ലിക്വിഡ് ഐറ്റംസ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പകുതിയായിട്ട് ഈ മൈദയുടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധേന ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് ഒന്ന് നനവ് എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം മാത്രം നമ്മൾ കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബീറ്ററിൻ്റെ വിസ്കിലുണ്ടല്ലോ, 2ാമത്തെ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ബട്ടറും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ലപോലെ മൈദ ആയതുകൊണ്ട് സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് 2 സെക്കൻഡിനുള്ളിൽ തന്നെ പണി കഴിയും. അപ്പോൾ കൈമൊന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇതുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത്. നല്ലോണം അത് കമ്പൈനായിട്ട് കിട്ടുകയും ചെയ്യും. മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ലോണം ഒന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുകാലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ നല്ലോണം ഇത് പൊന്തി വരും. അപ്പോൾ കൂടിയാൽ ഒരു 2 മണിക്കൂർ നിങ്ങൾ വെക്കുക. തണുപ്പ് സമയത്ത് മാത്രമാണെങ്കിലാണ് ഒരു 3 മണിക്കൂർ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. ഇനി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ 2 പാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ബട്ടൂര അല്ലെങ്കിൽ കമീറ ഉണ്ടാക്കിയെടുക്കാനും 2ാമത്തത് സ്നാക്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. ഡോണറ്റാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിനി ഡോണറ്റ്സാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ സൈസുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എല്ലാവർക്കും അറിയണതായിരിക്കും. ആ മാവ് ജസ്റ്റ് ഒരു 1 ഇഞ്ച് തിക്നെസ്സിൽ ഒന്ന് പരത്തിയിട്ട് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പുള്ള മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. സെൻറ്റർ പോർഷനിലും ചെറിയൊരു മൂടി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മിനി ഡോണറ്റ്സ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു ക്യൂട്ട്നെസ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ സിന്നമൺ റോളാണ്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല അല്ലെങ്കിൽ ഏത് ചോക്ലേറ്റ് ടോപ്പിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലയിൽ കുറച്ച് പഞ്ചസാരയും സിന്നമൺ നമ്മുടെ കറുവപ്പട്ടയും കൂടെ ഇട്ട് ഗ്രൈൻഡർ മിക്സിലിട്ട് പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടിയും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ സിന്നമണിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. സിന്നമൺ റോൾ ശരിക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഇതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ സിന്നമൺ റോളും നമുക്കിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യാം. കൂടുതൽ അളവിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു റോൾ ഒരു 8 സിന്നമൺ റോൾ ചെറിയ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് 2 ടൈപ്പ് നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല ഇതുകൊണ്ട് ചെയ്യാൻ പറ്റണത് പിസ്സ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സെയിം ഡോ വെച്ചിട്ട് തന്നെ പിസ്സയും ചെയ്തിട്ടെടുക്കാം. ഒരു പ്രശ്നവുമില്ല, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പിസ്സ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അധികം കൺജസ്റ്റഡായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കാരണം ഇത് ചൂട് തട്ടുമ്പോൾ വീർത്ത് വരും. അപ്പോൾ നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിന്നമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലയിൽ കുറച്ച് ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടുത്ത ബാച്ച് നമുക്ക് നമ്മുടെ ഡോണറ്റ് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. സെയിം പോലെ തന്നെ എണ്ണയിലിടുമ്പോൾ തന്നെ അത് നല്ല പൊന്തിയൊക്കെ വരുന്നുണ്ട് ഡോണറ്റ്. എന്നിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ടോപ്പിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്കൊരു ഉച്ചയ്ക്കൊക്കെ ഈ മാവ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഡിന്നറിനുള്ള ഐറ്റംസും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സിന്നമൺ റോള് വളരെ സോഫ്റ്റാണ്, ഇത് നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ബട്ടൂര അല്ലെങ്കിൽ കമീറ ഉണ്ടാക്കുക. കമീറ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് സെസമി സീഡ്സ് അതിൻ്റെ മേലെ ഉണ്ടാവുന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോളർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ബട്ടൂരയുടെ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനൊരു ഓവൽ പോലെ ഒരു ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് സെസമി സീഡ്സ് ബ്ലാക്ക് കളറുള്ളത് ഇട്ടിട്ട് ഒന്ന് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്, അതിലൊന്ന് പ്രസ്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പോൾ വല്ലാണ്ട് തിക്നെസ് കുറച്ചിട്ട് നിങ്ങൾ എടുക്കരുത്. നമ്മൾ കുബൂസിനൊക്കെ ബ്രെഡ് തയ്യാറാക്കുമ്പോൾ പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ ഇതും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോഴാണ് അത് നല്ലോണം പൊന്തി അങ്ങനെ ഉള്ളിൽ നല്ല ഹോൾ പോലെ ഇങ്ങനെ വരുള്ളൂ ഫ്രൈ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ കമീറയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടൂര ഇതേപോലെ തന്നെ ഒന്ന് ഫ്ലാറ്റൺ ചെയ്തിട്ടൊന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ബട്ടൂര ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ പൊരിച്ചിട്ട് എടുക്കുന്നത്, റൗണ്ട് ഷേപ്പിലല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് പോലെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഷേപ്പ് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് ഞാൻ ബട്ടൂരയും പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലോണം എണ്ണ ഒഴിച്ച് ചൂടായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ ഡോണറ്റ് പൊരിച്ചിട്ടുള്ള അതേ ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പോണത്. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം, അല്ലെങ്കിൽ ഉള്ളിലൊന്നും വേവില്ല. കുറച്ച് തിക്നെസ് ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ അറിയാം, കുറച്ചിങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ വരും, പൊന്തി വരും ഇത്. അപ്പോൾ ആദ്യം ഇത് കമീറയാണ് ഞാൻ പൊരിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ കമീറ നമുക്ക് നല്ല ചിക്കൻ കറിയുടെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. കടായി ചിക്കൻ്റെ ഒപ്പം അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറിയുടെ ഒപ്പം നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ഹോൾസ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബട്ടൂരയും ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ബട്ടൂര നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളിലൊന്നും നല്ല പോലെ ഇത് കുക്കായിട്ട് വരില്ല. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് കോരി എടുക്കാവുന്നതാണ്. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അധികം എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ആകെ കൂടിയിട്ട് ആ മാവ് ഒന്ന് കുഴച്ച് വെച്ച് ഫെർമെൻ്റ് ആവാനുള്ള ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സമയമൊക്കെ ആകുമ്പോൾ ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സും കഴിയും. ഇതേപോലെ തന്നെ നമുക്ക് പിസ്സയും ചെയ്തിട്ടെടുക്കാം സെയിം ഡോ വെച്ചിട്ട്. ഞാൻ മുന്നേ ഒരു പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് പോയി കാണണേ, ഞാൻ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഡിന്നറിനൊക്കെ ഒരു ഡോ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പണി കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇപ്പോഴാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.